ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനിയും നിനക്ക് പലരുടെയും കയ്യിൽ നിന്ന് കിട്ടും. കിട്ടിയില്ലെങ്കിൽ നീ ചോദിച്ചു വാങ്ങും. അത് നിന്റെ തെറ്റല്ല, ശീലവാ. അഴുക്ക് ചാലിൽ വളർന്നതിന്റെ ശീലം. സത്യം പറ, നിന്റെ തലയ്ക്ക് ശരിക്കും അസുഖം എന്തേലും ഉണ്ടോ? അതോ പണം പിരിക്കാൻ നിങ്ങൾ എല്ലാരും ചേർന്ന് നടത്തിയ നാടകമാണോ ഇത്? എപ്പ നോക്കിയാലും പൈസ പൈസ പൈസ. കഷ്ടം. നീ ഒന്നും തന്നില്ലെങ്കിൽ പോലും വേണ്ടില്ല. പക്ഷെ എന്റെ അമ്മയെ പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ അമ്മയെ പറഞ്ഞ നീ എന്ത് ചെയ്യൂടിക്കും? ചൂടയുണ്ടെങ്കിൽ ഒന്നും കൂടെ പറഞ്ഞു നോക്ക്. ഉള്ള കള്ളത്തരെല്ലാം കാണിച്ചിട്ട് ഞങ്ങൾ പറയുന്നോ? മോള് കള്ളിയാണെങ്കിലേ അത് അമ്മ പെരും കള്ളി ആയതുകൊണ്ട് തന്നെ അടിക്കും. ഇനി ഒരു അക്ഷരം മിണ്ടിയോ ഒന്നോ ഞാൻ പുറത്തേക്ക് വലിച്ചു. എന്താ ഇവിടെ? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇവിടെയെന്ന്? മാഡം ക്ഷമിക്കണം, എന്റെ അമ്മയെ കുറിച്ച് ഈ മാഡം മോശമായിട്ട് സംസാരിച്ചു. അതെനിക്ക് സഹിച്ചില്ല. അതാ എന്റെ അമ്മ കള്ളിയാണെന്ന് ഈ മാഡം പറഞ്ഞതുകൊണ്ടാ. ക്ഷമിക്കണം. ശരി, നീ താഴേക്ക് ചെല്ല്. വഴിയെ പോകുന്ന അടിയൊക്കെ നീ ഈ വീടിനകത്തിരുന്ന് എരന്നു വാങ്ങും. അതാ നിന്റെ നാവ്. ഞാൻ കുറച്ചു നേരം കൂടി അവിടെ കണ്ടുകൊണ്ട് നിന്നെങ്കിൽ അവള് ചിലപ്പോ നിന്നെ കൊന്നേനെ. വീട്ടിലെ ഒരംഗത്തെ അവിടുത്തെ വേലക്കാരി കൈവച്ചു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. വ്യക്തിപരമായി എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും നിനക്ക് പലരുടെയും കയ്യിൽ നിന്ന് കിട്ടും. കിട്ടിയില്ലെങ്കിൽ നീ ചോദിച്ചു വാങ്ങും. അത് നിന്റെ തെറ്റല്ല, ശീലവാ. അഴുക്ക് ചാലിൽ വളർന്നതിന്റെ ശീലം. Oh. 哦。 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 Oh.
ഞാൻ ചന്ദ്രമ്മ അടുക്കളയിലൊക്കെ നോക്കി. സീതയ്ക്ക് എങ്ങനെയുണ്ട് മോളെ? ഇവിടുന്ന് കൊണ്ടുപോയ അവസ്ഥയിൽ തന്നെയാ. പെട്ടെന്നൊരു സർജറി നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് കുറച്ച് കൂടുതൽ പണം ചെലവാവും. ഞാൻ നേരിട്ട് വന്ന് ചോദിച്ചാ മാഡം തരാന്ന് പറഞ്ഞിരുന്നു. അതാ ഞാനിപ്പോ വന്നേ. വേഗം പോണം. എപ്പോഴും അമ്മയുടെ അടുത്ത് ആള് വേണം. എനിക്ക് അവിടെ വന്ന് നിക്കണമെന്നുണ്ട് മോളെ. പക്ഷെ മാഡത്തിന്റെ കാര്യം അറിയാലോ. എങ്ങോട്ടും പോണ്ടെന്നാ മാഡം പറയുന്നത്. ചന്ദ്രമ്മയുടെ കൈക്കും തോറ്റി. അത് അടുക്കളയിൽ വെച്ച് മുറിഞ്ഞതാ. നീ വാ, മാഡം മുകളിലുണ്ട്. മാഡത്തിനെ കണ്ട് പൈസ വാങ്ങിച്ച് വേഗം ഹോസ്പിറ്റലിലേക്ക് പോ. വാ. നിന്റെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ബോധം വന്നിട്ടില്ല. സർജറി വേണമെന്ന് പറഞ്ഞു. ഇപ്പോ ആരാ അവിടെ ഹോസ്പിറ്റലുള്ളത്? എനിക്കറിയാം, മഹി. അവനിപ്പോ അതൊക്കെയാണല്ലോ പണി. അസുഖം നിന്റെ അമ്മയ്ക്ക്, കൂട്ടിരിക്കാൻ മഹി. കൊള്ളാം. നിന്റെ അമ്മയ്ക്ക് അസുഖമാണെങ്കിൽ നിനക്ക് പൈസ വേണമെങ്കിൽ വന്ന് ചോദിക്കേണ്ടത് നീയാ, മഹിയല്ല. എന്താ, എന്നോട് പൈസ ചോദിക്കാൻ നിനക്ക് മടിയാണോ? അതോ നിന്റെ ആത്മാഭിമാനം അതിന് നിന്നെ സമ്മതിച്ചില്ലേ? ആവശ്യക്കാരി നീയാണെങ്കിൽ നിനക്ക് വേണ്ടത് നീ ചോദിക്കണം. അതിന് വേറെ ഇടനിലക്കാരുടെ ആവശ്യമില്ല. ഇതാ, ഈ മുദ്രപത്രത്തിൽ ഒരു ഒപ്പിട്ട് തന്നാ മതി. എന്റെ ഒരു ഉറപ്പിനാ.